ക്ഷേത്രമുറ്റത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ഭരണികൾ കണ്ടെത്തി. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസിന്റെ നവീകരണ ജോലികൾക്കിടയിലാണ് മണ്ണിൽ നിന്നും 6 ഭരണികൾ ലഭിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്ത് പുറത്തെടുത്ത ഭരണികൾ ഭക്തജനങ്ങൾക്കായി കാണാവുന്ന തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പഴയ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ തറയിൽ 5.5 അടി താഴ്ചയിൽ വായ്ഭാഗം പുറത്തേക്ക് കാണുന്ന നിലയിലായിരുന്നു ഭരണികൾ കണ്ടെത്തിയത്. ചീനഭരണി ഇനത്തിൽപ്പെട്ട ഇവയ്ക്ക് 4 ഇരട്ടിയിലധികം ഉയരവും 3.5 അടിയോളം വീതിയുമുണ്ട്. കയറുകെട്ടി പൊക്കി മാറ്റുന്നതിനായി മണ്ണുകൊണ്ട് തന്നെ നിർമ്മിച്ച 3 കൊളുത്തുകളും ഭരണിക്കുണ്ട്. ചുമപ്പും കറുപ്പും കലർന്ന ഭരണികൾക്ക് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശം ഭരിക്കുന്ന രാജവംശർ അവർ ചൈനയിൽ നിന്നും കൊണ്ടുവന്ന ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നതും. പ്രാചീന ഗ്രീക്ക് വ്യാപാരികൾക്ക് മുന്നേ തന്നെ ചൈനീസ് വ്യാപാരികൾ ചീനഭരണിയുമായും മറ്റും കേരളത്തിൽ എത്തിയതായും ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രാചീന കാലത്ത് ക്ഷേത്രത്തിൽ നിവേദ്യമായി പടച്ചോറും തൈരും ഉപ്പുമാങ്ങയും ഉണ്ടായിരുന്നതായും പഴമക്കാർ പറയുന്നു. ഉപ്പുമാങ്ങയും മറ്റും സൂക്ഷിക്കാൻ ഇത് ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യതയായി വിലയിരുത്തപ്പെടുന്നതും. എന്നാൽ ഇവ എങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയതെന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകളോ തെളിവുകളോ ലഭ്യമായിട്ടില്ല. പരശുരാമൻ നിർമ്മിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രം. 14-ാം നൂറ്റാണ്ട് മുതൽ ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനമായിരുന്നു കൊട്ടാരക്കര. പിന്നാലെയാണ് കൊട്ടാരക്കര മഹാദേവന് ഇളയിടത്തപ്പൻ എന്ന വിളിപ്പേരും ലഭിക്കുന്നത്. അതേസമയം 1500 വർഷത്തിലേറെ പഴക്കമുള്ള 4.5 അടി പൊക്കം വരുന്ന ചീനഭരണി ഇന്നും കേരളത്തിലെ ഒരു അമ്പലത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ കൗതുക കാഴ്ച കാണാൻ സാധിക്കുന്നതും. ചരിത്രത്തിന്റെ ഭൂമിക തേടുന്നവർക്കും ഭക്തജനങ്ങൾക്കും ഇത്തരത്തിലുള്ള വസ്തുക്കൾ എല്ലാം തന്നെ കൗതുകം നൽകുന്നത് ആ ഒരു കാഴ്ച തന്നെയായിരിക്കും. ക്ഷേത്രാരംഭ കാലം മുതൽ ഉള്ളതാണ് ഇവയെന്നും പറയപ്പെടുന്നു. ഏകദേശം 4 ഇരട്ടി പൊക്കവും 2.5 അടി വീതിയുമാണ് ഇവയ്ക്കുള്ളത്. ക്ഷേത്രത്തിലെ കലവറയിൽ നിവേദ്യത്തിനായി, അതായത് നിത്യമായ നിവേദ്യത്തിന് വേണ്ടി ഉപ്പുമാങ്ങ സൂക്ഷിച്ചിരുന്ന ഭരണിയാണ് ഇവ. ചോറും ഉപ്പുമാങ്ങയും വഴുതന മെഴുക്ക് വരട്ടിയും തൈരുമായിരുന്നു പാർത്ഥസാരഥിയുടെ നിവേദ്യം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായിരുന്നു ഉപ്പുമാങ്ങ. ഇന്നത്തെ പോലെ മാങ്ങ നിവേദ്യവും മാർക്കറ്റിൽ ലഭ്യമല്ലായിരുന്ന കാലത്ത് ഭക്തജനങ്ങളുടെയും ക്ഷേത്ര അധികാരികളുടെയും നേതൃത്വത്തിൽ നാട്ടിലെ മാങ്ങാക്കാലത്ത് സുലഭമായിരുന്ന വിവിധ തരത്തിലുള്ള നാടൻ മാങ്ങകൾ ശേഖരിച്ചുകൊണ്ട് ഉപ്പുമാങ്ങയാക്കി സൂക്ഷിക്കുന്നത് ഈ ഭരണിക്കുള്ളിലാണ്. അടുത്ത മാങ്ങാക്കാലം വരെ കേടുകൂടാതെ തന്നെ ഇതിൽ ഇരിക്കുമായിരുന്നു എന്നതാണ് പഴമക്കാർ പറയുന്നതും. ഇത്രയും വലിപ്പമുള്ള ഈ ചീനഭരണികൾ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നുവെന്നതിന് രേഖകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രാചീന കാലത്ത് പമ്പ നദിയിലൂടെ ഉണ്ടായിരുന്ന ഗതാഗത മാർഗത്തിലൂടെയാകാം. ഇവ പൊക്കണമെങ്കിൽ 6 പേർ വേണം. അത്രയ്ക്കും ഭാരമുണ്ട് ഇവയ്ക്ക്. ഇന്നത്തെ സാധാരണ വാതിൽക്കൽ കൂടി ഇവ കൊണ്ടുപോകാനും കഴിയില്ല. കയറുകെട്ടി പൊക്കി മാറ്റുന്നതിന് ഭരണിയുടെ ഇരുവശത്തുമായി മണ്ണുകൊണ്ട് തന്നെ പിടിച്ചു നിർമ്മിച്ച ഒരു ഉറപ്പുണ്ട്. ഇത്രയും വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഇവയ്ക്ക് യാതൊരുവിധ കേടുപാടുകളും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഉപ്പുമാങ്ങയും മറ്റും ഇട്ടുവെക്കുന്നതിന് പുതിയ പാത്രങ്ങൾ എത്തിയതോടെ തന്നെ ഈ വലിയ ഭരണികൾ രണ്ടും ഏറെക്കാലമായി കലവറയിൽ തന്നെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറാണ് പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവ ഭക്തജനങ്ങൾക്ക് കാണുന്ന തരത്തിലേക്ക് വെക്കുകയായിരുന്നു. വിവരമറിഞ്ഞ വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നതും. ഇവ കൂടാതെ തന്നെ പല വലുപ്പത്തിലുള്ള 18 ചീനഭരണികൾ ഇനിയും കലവറയിലുണ്ട്. ഇവയെല്ലാം കൂടി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ പുരാവസ്തുവായി സൂക്ഷിക്കണമെന്നും ഇതിനായി ദേവസ്വം അധികാരികളും സർക്കാരും തയ്യാറാകണമെന്നുമായിരുന്നു ഭക്തജനങ്ങൾ അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.